അപ്പൊ അങ്ങനെ നിങ്ങളെ ലവ് സ്റ്റോറി എന്ന് പറയാമോ? ഞങ്ങൾ ലവ് സ്റ്റോറി ഓൾറെഡി ഇവൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, നാട്ടിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ കൂടെയുള്ള കുട്ടീനെ ആയിരുന്നു അഫ്കോഴ്സ് ഇവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവള് വളയാത്തത് കൊണ്ട് ഞാൻ പാവം പെട്ടുപോയി. ഞാനായിരുന്നു അവനോട് ഹംസം, ഇവരെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു വെക്കുന്ന ആളെ ഞാനായിരുന്നു. പിന്നെ അവസാനം പിന്നെ അവള് പെൺകുട്ടികളൊക്കെ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകുമല്ലോ. അങ്ങനെ ഇവൻ ദുബായിലേക്ക് പോയി, അവളെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ ദുബായിലേക്ക് പോയി, ഞാൻ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് പിന്നെ ഇവ എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണ് പിന്നെ ഇതായത്. നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റിനോട് എന്താ മീൻസ് ഏർലി ഏജിൽ മാരേജ് ആണ്? ഇല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് പെട്ടെന്ന് കല്യാണം, അത്യാവശ്യം വിദ്യാഭ്യാസം കുറച്ച് പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാലിലൊക്കെ നിന്ന് രണ്ടുപേർക്കും ജോലി ഉണ്ടാകുമ്പോഴല്ലേ രണ്ടുപേർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് 18 വയസ്സിൽ കല്യാണം കഴിയും, 20 വയസ്സിൽ അമ്മയാവും, പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നോട്ട്സ് എനിക്ക് വലിയ താല്പര്യമില്ല.